ഫ്രണ്ട്സ്, ഞൊടിയിടയിൽ നല്ല ഉറപ്പുള്ള ടേസ്റ്റി ചിക്കൻ കറി, അതും കുക്കറിൽ. വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് അരമണിക്കൂർ റെസ്റ്റിൽ വെക്കുക. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച ശേഷം സബോളയൊന്ന് വഴറ്റി പകുതിയാവുമ്പോൾ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ കുരുമുളക് പൊടിയും, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി എല്ലാം പച്ചമണം മാറുന്ന വരെ വഴറ്റി ചിക്കൻ കഷ്ണങ്ങളിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിളക്കി ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലുള്ള കൂടുതൽ കുക്കിംഗ് വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യണേ. നമ്മുടെ ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം ആവി കളഞ്ഞെടുക്കുമ്പോൾ ഗ്രേവിയോട് കൂടിയ ഉടയാത്ത നല്ല ടേസ്റ്റി ചിക്കൻ കറി റെഡിയായി. ഫ്രണ്ട്സ്, ഞൊടിയിടയിൽ നല്ല ഉറപ്പുള്ള ടേസ്റ്റി ചിക്കൻ കറി, അതും കുക്കറിൽ. വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് അരമണിക്കൂർ റെസ്റ്റിൽ വെക്കുക. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച ശേഷം സബോളയൊന്ന് വഴറ്റി പകുതിയാവുമ്പോൾ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ കുരുമുളക് പൊടിയും, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി എല്ലാം പച്ചമണം മാറുന്ന വരെ വഴറ്റി ചിക്കൻ കഷ്ണങ്ങളിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിളക്കി ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലുള്ള കൂടുതൽ കുക്കിംഗ് വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യണേ. നമ്മുടെ ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം ആവി കളഞ്ഞെടുക്കുമ്പോൾ ഗ്രേവിയോട് കൂടിയ ഉടയാത്ത നല്ല ടേസ്റ്റി ചിക്കൻ കറി റെഡിയായി.